ബഡ്ജറ്റിനെ പറ്റി കുറച്ച് സ്വപ്നങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ നല്ലൊരു കേരളം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ആശയം അദ്ദേഹത്തിനുണ്ടെന്നാണ് ബഡ്ജറ്റിനകത്ത് പൊതുവിൽ തോന്നുന്നത്, ഒരു സാധാരണക്കാരനായ എന്നെപ്പോലൊരാളിന് തോന്നുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് കണ്ടു തന്നെ അറിയണം. കാര്യം സ്വപ്നങ്ങളെ മാത്രം വിറ്റ് കാശാക്കാൻ കഴിയില്ലല്ലോ. ഇതിനുള്ള ഫണ്ട് ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവും ഇപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ നമുക്കില്ല. മാത്രവുമല്ല, മുൻകാലങ്ങളിൽ ഇതുപോലുള്ള ബഡ്ജറ്റുകളിൽ പറയുന്ന പല കാര്യങ്ങളും പ്രവൃത്തി വിഭാഗത്തിലെത്തിക്കാൻ അന്നത്തെ ഭരണ സംവിധാനത്തിന് കഴിയാതെ പോയത് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് ആ തനതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണെന്നാണ് വിശ്വാസം. ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മാറ്റിവെച്ചിട്ട് കേരളത്തിൻ്റെ വികസനം കാംക്ഷിക്കുന്ന ആർക്കും ഈ ബഡ്ജറ്റിലോട് ഒരു സമ്മിശ്ര പ്രതികരണമാണ് എന്നാണ്. നിങ്ങൾക്കിതിൽ ഏറ്റവും ആകർഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഇപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് നമ്മുടെ പ്രിയദർശിനി ആയിട്ട് ബന്ധപ്പെട്ട ബസ് ചാർജിന് അതിന് 100 കോടി രൂപയോ 100-200 കോടി രൂപയാണ് അതിൽ മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. ഇനി തീരദേശവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഹബ്ബ് സംവിധാനം തയ്യാറാക്കിക്കൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള വലിയൊരു യാത്രയ്ക്ക് അദ്ദേഹം നോക്കുന്നുണ്ട്. അതുപോലെ എയർപോർട്ടുകളെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ തുടങ്ങുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുമെന്നും വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികളെ വളരെ കാര്യക്ഷമമായിട്ട് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ആ ചിന്ത വന്നത്. അതുകൊണ്ട് ബഡ്ജറ്റിനോട് ഒരു സമ്മിശ്ര പ്രതികരണം മാത്രമേ നടത്താൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്.